നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2015 ആർദ ടുറാൻ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും FC ബാഴ്സലോണയിൽ എത്തിയത്. 4 വർഷക്കാലം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ ഈയൊരു സൂപ്പർ താരത്തിന് കഴിഞ്ഞിരുന്നു. പിന്നീട് 3 വർഷക്കാലമാണ് അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചത്. അതിനുശേഷം ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹം ക്ലബ്ബ് വിടുകയായിരുന്നു. ബാഴ്സലോണയിൽ മോശമല്ലാത്ത ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഈയൊരു മധ്യനിര താരത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ താരവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് നികുതി വെട്ടിപ്പിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം സ്പാനിഷ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. 2015, 2016 എന്നീ വർഷങ്ങളിലായി 2 തവണയാണ് അദ്ദേഹം നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് 1 വർഷത്തെ തടവ് ശിക്ഷ ഇപ്പോൾ കോടതി വിധിച്ചിട്ടുണ്ട്. മാത്രമല്ല 6,30,000 യൂറോ പിഴയായി കൊണ്ട് അദ്ദേഹത്തിന് ചുമത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തടവ് ശിക്ഷയുടെ കാര്യത്തിൽ ഒരു ആശ്വാസം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് സ്പെയിനിലെ നിയമം അനുസരിച്ച് 2 വർഷത്തിന് താഴെ തടവ് ശിക്ഷ വിധിക്കപ്പെട്ടവർക്ക് അത് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരില്ല. അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2 വർഷത്തിന് മുകളിൽ മാത്രമാണെങ്കിൽ കുറ്റക്കാർക്ക് തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നിലവിൽ ടുറാന് ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. തുർക്കിക്ക് വേണ്ടി 100ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള അവരുടെ ഒരു ഇതിഹാസം കൂടിയാണ് ആർദ ടുറാൻ. 2022 ഇദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ പരിശീലകന്റെ റോളിലാണ് അദ്ദേഹം ഉള്ളത്. കായിക മേഖലയുള്ളവരുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ കഠിന ശ്രമമാണ് ഇപ്പോൾ സ്പെയിൻ നടത്തുന്നത്. അതായത് റയൽ മാഡ്രിഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി നികുതി വെട്ടിച്ചതായി കൊണ്ട് കണ്ടെത്തിയിരുന്നു. കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിനും തടവ് ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ്. സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുപോലെ തന്നെ പരിശീലകനായ ഹൊസെ മൊറീഞ്ഞോ എന്നിവർക്കൊക്കെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും തന്നെ തടവ് ശിക്ഷ നേരിടേണ്ടി വന്നിട്ടില്ല. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ കൂടുതൽ സ്ട്രോങ് ആക്കാൻ തന്നെയാണ് സ്പെയിൻ അധികൃതരുടെ തീരുമാനം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.